അച്ഛൻ സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. അല്ലേ വേണ്ട, ഇന്ന് സ്കൂളിൽ NSSന്റെ മരംനാടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. മേ ഐ കം ഇൻ സർ? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണം അറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്കൊന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന അറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപ്പരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്? അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഉത്തരം അല്ലാണ്ട് പറയില്ല. കേറ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു. പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്? ഇവനെ ഇന്ന് ഞാൻ. എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും. പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. മതി ഇരിക്ക്. ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-മത്തെ ആൾ കുഴി മൂടണം. ഓക്കേ? ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. അതിന് മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു ഇന്ന് ലീവാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ.